ഇന്നൊരു തിരുവോണ ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ പൂക്കളിടുന്ന പരിപാടിയിലേക്കാണ്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പൂക്കൾ അതും പറിച്ചിട്ടുണ്ട്. പിന്നെ തലേന്ന് രാത്രി തന്നെ എല്ലാ ഒരുവിധ പൂക്കളും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ കൊടിയൊക്കെ കഴിഞ്ഞ് ഇതാ പൂവിടുന്ന പരിപാടിയിലേക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡിസൈൻ മാത്രമേ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ഓരോ പൂവിനനുസരിച്ച് നമ്മുടെ ഡിസൈനൊക്കെ മാറി ഫൈനലി ഒരു ഡിസൈൻ ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും ചേച്ചിയും മോളൂസ് കണ്ണനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് കേട്ടോ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം പൂവിടുക എന്ന് പറയുന്നത് തന്നെ കുറേ ടൈം എടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ കിച്ചൺ ഡ്യൂട്ടിയും ഞങ്ങൾ പൂവിടുന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഏകദേശം ഈ ഒരു ഡിസൈനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ ഞങ്ങളുടെ ഓരോ ഐഡിയ ആയിരുന്നു കേട്ടോ. പൂവ് എത്രയുണ്ടോ കളർ എത്രയുണ്ടോ അതിനനുസരിച്ച് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ഡിസൈനും മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പിലേക്കും പിന്നെ വഴിയിലേക്കൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ണൻ കാര്യമായിട്ട് ഡിസൈനൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ പൂക്കളം ഇതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഉള്ള പൂവ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണന് തനിയൊരു പൂക്കളം ഇടണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് കണ്ണൻ ഒറ്റയ്ക്ക് ഇട്ടതാണ് കേട്ടോ ഈ ഒരു പൂവ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ പൂവൊക്കെ ഇട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. ഉപ്പുമാവും പപ്പടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പം സദ്യയും കഴിച്ച് അങ്ങനെ എല്ലാവരും ഫാമിലിയൊക്കെ ഒന്നിച്ചിരുന്ന് ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ്. ഒരുപാട് സദ്യ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള സദ്യയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.